Hi students. So by last day we have ended our last module also. Third module was also completed. It was about the decentralization and delegation of authority. എങ്ങനെയാണ് നമ്മൾ അതോറിറ്റി അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഡെലിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ദാറ്റ് ഓൾ വർ ഡിസ്കസ്ഡ് അല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് ടോപ്പിക്സും തന്നിരുന്നുള്ളൂ, ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നത്. ഓക്കെ, സോ ടുഡേ ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഹാവ് സെൻഡ് ദോസ് അസൈൻമെൻറ്റ്സ് ടു. ഞാൻ ഇന്ന് നോക്കും നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് വി വോണ്ട് ടു ഡീൽ വിത്ത് ദ മൊഡ്യൂൾ നമ്പർ 4. ദിസ് ഇസ് വെരി സിമ്പിൾ മൊഡ്യൂൾ. ഇച്ചിരി പോകേ ഉള്ളൂ. ഇന്നത്തെ ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് വൺ ഇൻ ദ your syllabus itself. Okay, so what is in the module number 4? It is about staffing. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ വർക്കിന് വേണ്ടി ആൾക്കാരെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നവരെയാണ് സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ. ഓരോരോ വർക്ക് ചെയ്യാൻ വേണ്ടി അലോട്ടഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ സ്റ്റാഫ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ടാവും. നമ്മൾ ആൾക്കാരെ എന്തെന്ത് വർക്ക്, അവർക്ക് ഏത് വർക്കാണോ പോസിബിൾ, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് മോഡ്യൂൾ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് അബൌട്ട് all thing about the staffing. What is the purpose of staffing, why we are doing this, and what is its importance in an organization. Okay, so first we will deal with what is staffing. Staffing il ee module il ningal discuss cheyendathu what is the meaning of staffing, then what is the characteristics or the nature of staffing, importance of staffing, process of staffing, and matching jobs and people. So these are about the learning objectives to be discussed. So first, after setting up of the business goals, the next step to be done is to prepare a suitable organization structure and appoint person to carry out various tasks അല്ലേ. ഇപ്പം നമ്മൾ ആദ്യം ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് ബിൽഡിംഗ്, മോട്ടർ, ബ്രിക്ക് ആൻഡ് മോട്ടർ സിസ്റ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അതിന് ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അലോട്ട് ചെയ്ത് കൊടുക്കുക, അത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ അലോട്ട് ചെയ്ത് കൊടുക്കുക, എക്സെട്ര. സോ സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അലോട്ടിംഗ് ദ പീപ്പിൾ ഫോർ ദ വേരിയസ് ജോബ് ടു ബി ഡൺ ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുക ഫോർ ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. ഇറ്റ് ഇസ് നോൺ ആസ് സ്റ്റാഫിംഗ്. So one definition is also given here, that is staffing is a function by which the managers build an organization through the recruitment, selection and development of individuals as capable employees. Sometimes the persons who we have elected to be the employees may not be talented. അവർക്ക് അവരുടെ വർക്ക്, ചില വർക്ക്സിന് അവർ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, പക്ഷേ എല്ലാ വർക്ക്സും അവർക്ക് ചെയ്യണമെന്ന് അറിയണമെന്നില്ല. സോ വി വോണ്ട് ടു ട്രെയിൻ ദം. സോ ഇൻ സ്റ്റാഫിംഗ് ദ മാനേജേഴ്സ് വിൽ ബിൽഡ് ഓർഗനൈസേഷൻ through we will recruit the persons for the job, then we will select and also develop the individuals by giving proper training as capable employees. This is called as staffing. So staffing is otherwise known as human resource management. സ്റ്റാഫിങ്ങിനെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേറൊരു വാക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് എ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ, കോമ്പൻസേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. Okay, so this is called the staffing, and it is given by, the definition is given by French Vendel. ഫ്രഞ്ച് വെൻഡലാണ് ഈ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാഫിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ദ മാനേജേഴ്സ് അലോട്ട് ദം or select them, recruit them, and also give proper training to develop such of the individuals. അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് സ്റ്റാഫിംഗ്. ഈ സ്റ്റാഫിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹ്യൂമൻ റിസോഴ്സ്. ആൾക്കാരെയാണ് നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് ഒരു ഓർഗനൈസേഷനിലെ വർക്കിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂമൻ ബീയിങ്സ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഇസ് കൺസേൺ മെയിൻലി വിത്ത് ദ human resources. So the main aim will be, we want to estimate what is the job requirement. ഒരു ജോലി ചെയ്യാൻ എന്തെല്ലാം കഴിവുകളുള്ള ആൾക്കാരെ വേണമെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് എന്ന രീതിയിൽ നമ്മൾ അവരെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, ദെൻ ഫിക്സിംഗ് ദ കോമ്പൻസേഷൻ ആൻഡ് appraising the performance of the workers. This is the first characteristics of staffing. What is that? It is concerned with human resource. Human resource ആയിട്ട് കൺസേൺ ചെയ്യുന്ന ഒരു
ടോപ്പിക്കാണ് സ്റ്റാഫിംഗ്. ദിസ് ഇസ് എ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ ഇസ് കണ്ടിന്യൂസ് ഫങ്ഷൻ. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആദ്യം ജോബ് എന്താണ്, ജോബിനെ ഒന്ന് അനലൈസ് ചെയ്യും. ഇപ്പോൾ ഒരു വെൽഡിങ് ജോബാണെങ്കിൽ ആ വെൽഡിങ് ജോബിൽ എങ്ങനത്തെ ആൾക്കാരെയാണ് ആവശ്യം എന്നത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഏതെങ്കിലും പാനലിനെയോ അല്ലെങ്കിൽ ഒരു ജോബ് ഫെയറോ പോലെ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗ്രൂപ്പ്സിനെ ഒരു 5-8 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് എമംഗ് ദം വി വിൽ സെലക്ട് 1 പേഴ്സൺ, അല്ലെങ്കിൽ 1-2 നമ്മളുടെ റിക്വയർമെൻറ്റിനേക്കാളും ഒരു 10 പേര് എക്സ്ട്രാ ഒക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു റിക്വയർഡ് പേഴ്സൺസ് ഓഫ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് അവരെ പ്രൊബേഷൻ പീരീഡിലിരുത്തി ട്രെയിനിങ് പ്രോപ്പറാണ്, അവർ കേപ്പബിളാണ് വർക്ക് ചെയ്യാനെന്ന് ഉറപ്പാകുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ അബ്സോർബ് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ. ആ അബ്സോർബേഷൻ കൊണ്ടും നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ആൾക്കാരെ തന്നെ ഓരോ ഡെവലപ്മെൻറ്റിനനുസരിച്ച്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, അല്ലാത്ത ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ആ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമ്മൾ പുതിയ ട്രെയിനിങ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ട്രെയിനിങ് ബേസ്ഡ് ഓൺ ദി ജോബ് റിലേറ്റഡ് ട്രെയിനിങ്സ് കൊടുക്കും. എങ്ങനെ ഓരോ അവരുടെ ലൈഫ്, ആ ഓർഗനൈസേഷനിൽ എത്ര കാലം ആ എംപ്ലോയി ഉണ്ടോ അത്രയും കാലം ആ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഡസൻറ്റ് എൻഡ് ജസ്റ്റ് വിത്ത് എ റിക്രൂട്ട്മെൻറ്റ്, ഇറ്റ് എൻഡ് ഓൺലി ബൈ ദ റിട്ടയർമെൻറ്റ് ഓഫ് ദി എംപ്ലോയീസ് റിട്ടയർ ആവുന്നവരെ ഓരോ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കും. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. Then third one is it is performed at all managerial levels. ഒറ്റ ലോവർ ലെവൽസ് എംപ്ലോയീസിന് മാത്രമല്ല നമ്മൾ സ്റ്റാഫിംഗ് ചെയ്യുന്നത്, എല്ലാ ലെവൽസ് ഓഫ് എംപ്ലോയീസിനും സ്റ്റാഫിംഗ് ചെയ്യും. ദ ടോപ്പ് ലെവൽ, ദെൻ ദ മിഡിൽ ലെവൽ ആൻഡ് ഓൾസോ ദ ലോവർ ലെവൽസ് ഓഫ് എംപ്ലോയീസ് വിൽ ബി ഗിവൻ പ്രോപ്പർ സ്റ്റാഫിംഗ് ഫങ്ഷൻസ് അല്ലേ. ഒരു വർക്കർ ലെവൽസിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആരായിരിക്കും, അവരുടെ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. But the supervisors will be selected by the managers and the managers will be selected by the top executives or the CEO or MD. അപ്പോൾ എല്ലാ ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റിലും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിലും നമുക്ക് സ്റ്റാഫിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ മാനേജർ ലെവൽസിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വർക്കർ ലെവലിലേ ഉള്ളൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ദറ്റ് ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ മാനേജറിയൽ ലെവൽസ്. Then the fourth characteristic is it is concerned with the employment and development of employees. എംപ്ലോയ്മെൻറ്റും അതുപോലെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്ക് പ്രോപ്പർ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ടോ, അതെല്ലാമാണ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നത് അല്ലേ. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ടോ, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ടോ, ബോത്ത് ദ മോണിറ്ററി ബെനിഫിറ്റ്സും നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും അവർക്ക് വേണ്ട എല്ലാ സോഷ്യൽ സെക്യൂരിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളതും സ്റ്റാഫിങ്ങിന് കൺസേൺഡ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതുപോലെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ വർക്കർ ലെവലിൽ എടുക്കുന്ന ഒരു എംപ്ലോയി ജീവിതകാലം മുഴുവൻ ആ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന കാലം മുഴുവൻ വർക്കറായിട്ടായിരിക്കില്ല. ഹി വിൽ ബി അപ്ഗ്രേഡഡ് ടു ദ ഹയർ ലെവൽസ് ലൈക്ക് സൂപ്പർവൈസേഴ്സ് ആൻഡ് ദെൻ ടു മാനേജേഴ്സ്, ദെൻ ഈവൻ ടു ദ ബോർഡിലേക്ക് വരെ ചില എംപ്ലോയീസിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാറുണ്ട്. സോ ഓൾവേസ് സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഓൾസോ. But just with the recruitment it doesn't end, it moves up to the development to the higher levels of employment. And the last one is it is influenced by the internal and external factors. ഇപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻറ്റേർണൽ കൺസെപ്റ്റ് അല്ല, ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേർണൽ കൺസെപ്റ്റും ഉണ്ട്. ദാറ്റ് ഈസ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ is influenced by internal and external factors. The internal may relate to the policies and concern with the employees, and the external may be the government policies and educational environment. അപ്പം ഉള്ളിൽ നമുക്ക് ഓരോ മാനേജേഴ്സിന് അതുപോലെ സിഇഒയ്ക്കൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടാവും ഇവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാമെന്നത്. എന്നാൽ അതോട് മാത്രം എൻഡ് ആവുന്നില്ല അല്ലേ. അതല്ലാതെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കുറേ പോളിസിക്ക് അനുസരിച്ചും ചില ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം നമ്മൾ ചില ഓർഗനൈസേഷനിലൊക്കെ കേൾക്കാറുണ്ട് ഇത്ര % റിസർവേഷൻ ഉണ്ട് ഫോർ ദി SC കാറ്റഗറി, ഫോർ ദി ST കാറ്റഗറി, ഫോർ ദി OBC എന്ന രീതിയിൽ റിസർവേഷൻ വരെ വരാറുണ്ട്. സോ ദീസ് ആർ ദ ഗവൺമെൻറ് പോളിസീസ് ടു ബി എംപ്ലോയ്ഡ് ഫോർ ദി സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റാഫിങ്ങിൽ ജസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് അലോങ് വിത്ത് ദ government policies. So this is about the various characteristics or nature of staffing. What are they? It is concerned with the human resource. It has a continuous function. It is performed at all managerial levels. Then it is concerned with the employment and development of employees. It is influenced by the internal as well as the external factors. So these are the major characteristics of staffing. Okay.
സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ സ്റ്റാഫിങ് എന്തിനാണ് ചെയ്യുന്നത്? സോ വാട്ട് is the importance? First one is appointing the persons as per needs. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ വി വോണ്ട് ദിസ് പ്രോസസ്സ് അല്ലേ. നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ നമുക്ക് ഓർഗനൈസേഷനിൽ എടുക്കണം. സോ വി വിൽ അഡോപ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് മെത്തേഡ്. ഈ സ്റ്റാഫിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ വേരിയസ് പൊസിഷൻസിലുള്ളവർക്ക് വേരിയസ് ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും വേണ്ടത്, വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ആയിരിക്കും വേണ്ടത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ സെലക്ട് ദ എംപ്ലോയീസ് ഫോർ ദ റൈറ്റ് ജോബ് ത്രൂ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിങ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് ഇറ്റ് ഇസ് എ കീ ഇൻ അതർ മാനേജറൽ ഫങ്ഷൻസ്. ബാക്കി ഏത് മാനേജർ ഫങ്ഷൻസ് ആണെങ്കിലും, ഒരു HR ഫങ്ഷൻ ആണെങ്കിലും, ഒരു ഫിനാൻസ് ഫങ്ഷൻ ആണെങ്കിലും, ഒരു മാർക്കറ്റിംഗ് ഫങ്ഷൻ ആണെങ്കിലും എല്ലായിടത്തും ആവശ്യമുള്ളൊരു കാര്യമാണ് സ്റ്റാഫിംഗ്. ബിക്കോസ് സ്റ്റാഫിംഗ് ഇസ് എ കീ ഓഫ് പെർഫോമിംഗ് rather managerial function. The functions of planning and organizing will be the objectives of the business and will decide its suitable structures to carry out various activities. അപ്പം ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഫിനാൻസ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻസിൽ പ്രാബല്യമുള്ള ആൾക്കാരെ വേണം അല്ലേ. ഫിനാൻസ് എല്ലാം പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവരെ വേണം നമ്മൾ അവിടെ റിക്രൂട്ട് ചെയ്യാൻ, ഒരു ഫിനാൻസ് ആക്ടിവിറ്റീസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ. അതേപോലെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന, നല്ല സെയിൽസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് അവർ ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. അതേപോലെ സ്റ്റാഫിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. So this is given in the key in other managerial functions. So other managerial functions carry out ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫങ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് സ്റ്റാഫിങ്. Then the fourth one is the optimum utilization of manpower resources. Manpower resourcesനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ the organization should adopt or should have performed the staffing function. എന്നുവെച്ചാൽ നമുക്ക് റിസോഴ്സസ് എപ്പോഴും കുറവാണ്. നമുക്ക് ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ ചിലപ്പോൾ ആവശ്യത്തിനധികം എംപ്ലോയീസ് ഉണ്ടാവണമെന്നില്ല. ഫ്യൂ എംപ്ലോയീസ്, ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇറ്റ് കനോട്ട് അഫോർഡ് മച്ച് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ദേ വിൽ ബി ഹാവിങ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ്. പക്ഷേ ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ തന്നെ അവരുടെ കാലിബറിനനുസരിച്ച് നമ്മൾ പല ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുക്കും. ബിക്കോസ് if they are having those capabilities to do other works also, we will allot them. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിൽ തന്നെയാണ് പറയുന്നത്. അവർ ഏത് ജോബിനാണോ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ആ ജോബിലേക്ക് നമ്മൾ അവരെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു മാൻ പവറിനെ പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും വി ക്യാൻ യൂസ് ദിസ് ഫങ്ഷൻ കോൾ സ്റ്റാഫിംഗ്. So this is the fourth importance of staffing. Fifth one is it is essential for the growth and survival. ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ നിലനിൽപ്പിനും തന്നെ സ്റ്റാഫിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ആൾക്കാരെ കറക്റ്റ് പൊസിഷനിലോ കറക്റ്റ് ജോബിന് വേണ്ടിയിട്ടല്ല അലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ ഓർഗനൈസേഷൻ വിൽ ഫെയിൽ. അപ്പം അങ്ങനെ ഓർഗനൈസേഷൻ ഫെയിൽ ആവാതെ സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും വി വോണ്ട് ടു ഹാവ് എ പ്രോപ്പർ സ്റ്റാഫിംഗ് ഫെസിലിറ്റി. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നിലനിൽപ്പിനും അതുപോലെ അതിൻ്റെ വളർച്ചയ്ക്കും always we require a proper staffing method. Next one is it improves the job satisfaction. പ്രോപ്പർ ആൾക്കാരെ തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ തന്നെ പ്രോപ്പർ വർക്കിന് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഓൾവേസ് വി ക്യാൻ അഷ്വർ ദാറ്റ് ദ എംപ്ലോയീസ് വിൽ ബി ഹൈലി സാറ്റിസ്ഫൈഡ്. അവർ ചെയ്യുന്ന ജോലിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, വി വോണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുള്ള സ്ഥലത്ത് എപ്പോഴും റൈറ്റ് പേഴ്സണെ തന്നെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ. And the last one is it helps in competing. That is, it is the employees who run an organization. അല്ലേ, ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്ന അതിൻ്റെ എംപ്ലോയീസിനെ വെച്ചിട്ട്, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിനും അവരെത്രത്തോളം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ലിങ്ക്ഡ് ടു ദ എഫിഷ്യൻസി ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. An organization with efficient manpower will be able to compete better in the market. Better manpower is linked to the recruitment of suitable persons for manning various jobs. അതുകൊണ്ട് ഓൾവേസ് വെൽ പെർഫോമിംഗ് സ്റ്റാഫ് ഫംഗ്ഷൻ വിൽ ബി റിക്വയർഡ് for compare with the others. Okay, so with this we can end today's class. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമായിരുന്നു. വാട്ട് ഇസ് ദാറ്റ് അബൌട്ട് സ്റ്റാഫിംഗ്, what is the meaning of staffing, and what are the characteristics of staffing, and what are the importance of staffing. Okay.
So the next one that we want to discuss is a process of staffing. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് മീൻസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ എംപ്ലോയീസിനെ കറക്റ്റ് ആൾക്കാരെ കറക്റ്റ് ജോബിലേക്ക് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് എന്നുള്ള സെറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കുമ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിൻ ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ജോബ് ചെയ്യാൻ ആവശ്യമുള്ളത്. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, determining the manpower requirements. നമ്മുടെ manpower requirement എന്താണ്? So the first thing in staffing process is to estimate the manpower needs. An effort is made to assess the manpower needs in advance, keeping in view the production schedule, the demand forecast, the market schedule, etc. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ്, കാർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം ഒരു മാസത്തിൻ്റെ എൻഡിൽ നമുക്ക് ഇത്രത്തോളം പ്രൊഡക്ട്സ് ഉണ്ടാകണം. ഒരു 100 യൂണിറ്റ്സ് ഓഫ് കാർസാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി നോ ദാറ്റ് നമ്മുടെ എംപ്ലോയീസ് ഇത്രത്തോളം കേപ്പബിലിറ്റി ആണ്, അവർക്ക് ഒരു ദിവസം ഇത്രേ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൗ വി വിൽ അലോട്ട് ദ കറക്റ്റ് പേഴ്സൺ ഫോർ ദ കറക്റ്റ് ജോബ്, ഏത് ആൾക്കാരെ അലോട്ട് ചെയ്താലാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. സോ ഡിറ്റർമിനിങ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്, മാൻ പവർ എത്രത്തോളം ആവശ്യമുണ്ട് ആ ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ വേണ്ടി അത് ഡിറ്റർമിൻ ചെയ്യാം. അതേപോലെ ആ മാൻ പവറിന് എന്തെല്ലാം ടാലൻസ് ഉണ്ടായിരിക്കണം, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ ആൾക്കാർ അല്ലെങ്കിൽ ആ എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഫേവറബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഡിറ്റർമിനിങ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. സെക്കൻഡ് വൺ ഇസ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്ത് രീതിയിലുള്ള ആൾക്കാരെയാണ് ഓർഗനൈസേഷന് വേണ്ടത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. കാർ മാനുഫാക്ചറിങ് ആണെങ്കിൽ തന്നെ നമുക്ക് വേണ്ട ആൾക്കാർ എങ്ങനെയായിരിക്കും, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, കാർസിനെ പറ്റി നല്ല ഐഡിയ ഉള്ള ആൾക്കാരായിരിക്കണം, അതിന് ടെക്നിക്കൽ സ്കിൽസ്, അതുപോലെ അതിനെ പ്രോപ്പർലി അവരുടെ സിസ്റ്റം ഫുൾ അറേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, അവരെ മനസ്സിലാക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിലാകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. സോ റിക്രൂട്ട്മെൻറ്റ് മീൻസ് വി ആർ സെർച്ചിങ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് പെർസ്വേഡിങ് ദം ടു അപ്ലൈ ഇൻ ദ ഓർഗനൈസേഷൻ. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അബ്സോർബ് ചെയ്യുക എന്ന കൺസെപ്റ്റ് വരുന്നില്ല. റിക്രൂട്ട്മെൻറ്റിൽ സെലക്ഷൻ വരുമ്പോഴേ നമുക്ക് വേണ്ട ആൾക്കാരെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതെല്ലാം ആൾക്കാർ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ടു ഐഡൻറ്റിഫൈ ഓർ പെർസ്വേഡ് ദോസ് ടു അപ്ലൈ ഫോർ ദ ജോബ്. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വേണം, നമുക്കിപ്പം ടീച്ചേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് ഒരു ഓർഗനൈസേഷനെങ്കിൽ നമ്മളുടെ നോട്ടീസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ നമ്മളൊരു നോട്ടിഫിക്കേഷൻ ജോബ് ആപ്ലിക്കേഷൻസ് എല്ലാമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എംപ്ലോയീസ് എന്ത് ചെയ്യും, ഇഫ് ദേ റിക്വയർ ദാറ്റ് കൈൻഡ് ഓഫ് ജോബ് ദേ വിൽ രജിസ്റ്റർ. അവർ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓർഗനൈസേഷൻ അത് നോക്കി അതിനനുസരിച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. സോ ദേ വിൽ ബി കോൾ ഫോർ ദ ഇൻ്റർവ്യൂസ്. അങ്ങനെയാണ് ഓരോ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് സെലക്ഷൻ വരിക. അപ്പം നമുക്ക് കുറേ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ഉണ്ടാവും. ഇപ്പം ഒരു ടീച്ചിങ് ആകുമ്പോൾ നമുക്ക് നെറ്റോ അല്ലെങ്കിൽ PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആൻഡ് ന്യൂമറസ് നമ്പർ ഓഫ് പീപ്പിൾ വിൽ ടീച്ചർ ക്വാളിഫൈഡ് എംപ്ലോയീസ് വിൽ അപ്ലൈ ഫോർ ദ ജോബ്. അപ്പം റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് വലിയൊരു ബൾക്ക് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടത് ഏത് രീതിയിലുള്ള ആൾക്കാരെയാണ്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്, എങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സെലക്ഷനിൽ വരുന്നത്. സോ വി ആർ സെലക്ടിങ് ദ ബെസ്റ്റ് വൺ എമംഗ് ദ അവൈലബിൾ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. വി ആർ അവോയ്ഡിങ് അതേഴ്സ് ആൻഡ് സെലക്ടിങ് സം. അതാണ് സെലക്ഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ സ്യൂട്ടബിൾ പേഴ്സൺസ് ഫോർ ദ ഡിഫറെൻറ്റ് ജോബ്സ് ഫോർ വിച്ച് വി വോണ്ട് ടു നോ വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആരെയൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നു. ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. So, the matching of person with the job may also influence the cost aspect since the unsuitable person require more training. നമ്മളെപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഷൻസും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ പോകുന്ന ഒരാളാണെങ്കിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണോ, വേറെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതെല്ലാം ആയിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇഫ് ദേ ആർ ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ദേ വോണ്ട് ടു ഗീവ് ഓൺലി ലിറ്റിൽ ട്രെയിനിങ്. അപ്പോൾ എപ്പോഴും ട്രെയിനിങ് കുറവ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ
സെലക്ഷനിലൂടെ കണ്ടുപിടിക്കുന്നത്. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ദ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് പ്ലേസ്മെൻറ്റ്. നമ്മൾ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത ആൾക്കാരെ നമ്മുടെ ഓർഗനൈസേഷൻ ആ പൊസിഷനിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. സോ placement is asking of the selected candidates to occupy the positions in the organization for which they has been selected. അവർ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണോ സെലക്ട് ചെയ്ത് ആ പൊസിഷനിലേക്ക് അവരെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ആൻഡ് ഓൾസോ വി ആർ ഗിവിങ് ദം പ്രോപ്പർ ഓറിയൻറ്റേഷൻ. ഈ ഓർഗനൈസേഷൻ ചിലപ്പം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, വേറെ ഒരു ടീച്ചിങ് പ്രൊഫഷനിലുണ്ടായിരുന്ന നേരത്തെ ടീച്ച് ചെയ്തിരുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഈ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മളുടെ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി വിൽ ടീച്ച് ദം വാട്ട് ആർ ദി rules and regulations or what are the policies and procedures that we follow in our organization. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ട്രെയിനിങ് ക്ലാസ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മൾ ആ പുതിയ സെലക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഇൻ ദ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതേപോലെ ഇപ്പോൾ സ്കിൽ കുറവുള്ളവരാണ്, അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വാട്ട് വി വിൽ ഡു, വി വിൽ ഗീവ് ദം പ്രോപ്പർ ട്രെയിനിങ്. ഇപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ടീച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ രീതിയിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ അവർക്കൊരു ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ട്രെയിനിങ്സ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ദെയർ ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളുടെ ഇടയിലും അവരുടെ കരിയറിൻ്റെ ഇടയിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് ഇസ് ഇൻ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ പെർഫോമൻസ് അപ്രൈസൽ. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പെർഫോമൻസ് അപ്രൈസൽ. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ 10 വർഷമായിട്ട് ഒരു വർക്കർ ലെവലിൽ എംപ്ലോയി ഒരു ആൾ വർക്ക് ചെയ്യാമെന്ന് വെച്ചോ, ഒരു ക്രാഫ്റ്റ്മാൻ ആണ്, ഒരു വെൽഡറാണ്. സോ ഹി വിൽ ബി വർക്കിംഗ് ആസ് എ വർക്ക്മാൻ ഫോർ ദ 10 years. സോ ആഫ്റ്റർ 10 years വി വിൽ സി, അപ്പം നമുക്കൊരു ഇതുപോലെ പല ആൾക്കാരുണ്ട്, ഒരു 5 വർക്കേഴ്സ് വെൽഡേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിലുണ്ടെന്ന് വെച്ചോ. ഒരു കാർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ്, അവിടെ 5 വെൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 വെൽഡേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യും. 5 വെൽഡേഴ്സിന് ആരാണോ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. 5 പേരും ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കും. ആരാണ് ബെസ്റ്റ് പെർഫോമൻസ്, ആരാണ് കുറവ് പെർഫോമൻസ് ഉള്ളത്. സോ വാട്ട് വി വിൽ ഡു, വി വിൽ സെലക്ട് ദ ബെസ്റ്റ് വൺ എമംഗ് ദീസ് 5 ആൻഡ് വി വിൽ പ്രൊമോട്ട് ദാറ്റ് പേഴ്സൺ ടു ദ ഹയർ ലെവൽ. ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടുതലുള്ള ഒരാളെ പിടിച്ച് നമ്മൾ കുറച്ചുകൂടെ നല്ല പൊസിഷനിലേക്ക് മാറ്റും. ദാറ്റ് ഇസ് കോൾഡ് ദ പെർഫോമൻസ് അപ്രൈസൽ. അവരുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ അവരെ അപ്രൈസ് ചെയ്തൊരു ന്യൂ പൊസിഷനിലേക്ക് കൊടുക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് ഓഫ് എ പേഴ്സൺ മനസ്സിലാക്കി അവർ ഇനിയുള്ള നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുമെന്നും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ ഹയർ പൊസിഷനിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരെ പ്രോപ്പറായി സെലക്ട് ചെയ്തിട്ട് ഏത് ആൾക്കാരാണ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ദേ വിൽ ബി സെലക്റ്റഡ് ആൻഡ് പ്രൊമോട്ടഡ് ടു ദ ഹയർ പൊസിഷൻസ്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ആയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് 6ാമത്തെ സ്റ്റെപ്പായിട്ടാണ് വരുന്നത് സ്റ്റാഫിങ്. അപ്പോൾ സ്റ്റാഫിങ്ങിൽ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ആൾക്കാരുടെ എന്താണ് നമ്മുടെ മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ്, വി ആർ റിക്രൂട്ടിംഗ്. ദെൻ എമംഗ് ദ റിക്രൂട്ടഡ് വൺ വി ആർ സെലക്ടിങ് ദ ബെസ്റ്റ് വൺസ് ആൻഡ് വി ആർ പ്ലേസിംഗ് ആൻഡ് ഓറിയൻറ്റിംഗ് ദം ടു അവർ പൊസിഷൻ. ദെൻ we are providing them with the training and development facilities and also we are appraising. അതേപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ഹയർ പൊസിഷനിലേക്ക്, ഒരു സുപ്പീരിയർ ലെവലിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ഈ പെർഫോമൻസ് അപ്രൈസലിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ആര് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവരെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. കരിയർ പ്ലാൻ ചെയ്ത് അവർക്ക് ഏത് രീതിയിലാണ് കരിയർ ഗ്രോത്ത് വേണ്ടതെന്ന് ഓർഗനൈസേഷൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ ദ പ്രൊമോട്ടിങ് avenues. This promotion avenues always motivate the employees. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഇപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്, we are not getting any promotion, then we will be stagnating in the same position. ഒരേ പൊസിഷനിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു എംപ്ലോയീസ് ഒരിക്കലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഹി വോണ്ട് ബി ഹാപ്പി വിത്ത് ദ വർക്ക് ദാറ്റ് ഹി ഡു എവറി ഡേ. ഇപ്പോൾ റുട്ടീനാണ്, എല്ലാ ദിവസവും ഒരേ വർക്കായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ ദിസ് പ്രൊമോഷൻ ഇസ് ബെനിഫിഷ്യൽ. ഇഫ് വി ആർ പ്രൊമോട്ടിങ് ഹിം ടു എ ഹയർ പൊസിഷൻ, ഹി വിൽ ഗെറ്റ് എ കോൺഫിഡൻസ്. ഞാൻ വർക്ക് ചെയ്ത് നന്നായതുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. സോ നെക്സ്റ്റ് ടൈം ഓൾസോ ഇഫ് ഐ വർക്ക് മോർ, then I will be promoted to higher position എന്നൊരു ചിന്ത എംപ്ലോയീസിന് വരും. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ പ്രൊമോഷൻ ആൻഡ് പ്ലാനിങ്, കരിയർ പ്ലാനിങ്. ദാറ്റ് ഈസ് the promotional avenues will motivate the people to improve their performance so that they get chance to move higher at the ladderൽ ഇങ്ങനെ കയറി പോവാം എന്നൊരു വിശ്വാസം എംപ്ലോയീസിന് കിട്ടും. And the next step is the compensation.
ദാറ്റ് ഈസ് ദ മാച്ചിങ് ഓഫ് ദ സാലറി ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾ ഏതാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷന് അതിനനുസരിച്ച് നമ്മൾ സാലറി കൊടുക്കണം ഓരോ എംപ്ലോയീസിനല്ലേ. അവരുടെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ വർക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ സാലറി. ഒരു മാനേജറിൻ്റെ റോൾ എങ്ങനെയാണോ ആൻഡ് വാട്ട് ഹി കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി, ഇറ്റ് വിൽ ഡിസൈഡ് ഹിസ് സാലറി അല്ലേ. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് വി വോണ്ട് ടു ഫിക്സ് ദ സാലറി ഫോർ ദി എംപ്ലോയീസ്. ദാറ്റ് ഈസ് നോൺ ആസ് compensation, that is matching of the salary to the contribution of those employees to the organization. അതെപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. ആരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ എപ്പോഴും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ വർക്കർ ലെവൽസിന് കുറവായിരിക്കും സാലറി, എന്നാൽ ഒരു മാനേജർ ലെവലാകുമ്പോൾ സാലറി കൂടി വരും. അതാണ് നമ്മൾ കണ്ടുവരുന്നൊരു സിസ്റ്റം. പക്ഷേ അത് അവരുടെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട്, അവരുടെ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോമ്പൻസേഷൻ. ഓൾവേസ് ദ സാലറി ഷുഡ് ബി മാച്ചിങ് വിത്ത് ദ കോൺട്രിബ്യൂഷൻ ഡേൺ ബൈ ദ എംപ്ലോയീസ്. സോ the wage and the salary structure should be in such a way that it is fair to both the employee and the employer. എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരേപോലെ ബെനിഫിറ്റ് ആയിരിക്കണം. എംപ്ലോയർ എന്ന് വെച്ചാൽ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി. അപ്പോൾ നമ്മൾ കൂടുതലാണ് ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതെങ്കിൽ ദ എംപ്ലോയർ വിൽ ഫേസ് മെനി ഡിഫിക്കൽട്ടീസ്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. അതേപോലെ എംപ്ലോയിക്ക് ആവശ്യത്തിനനുസരിച്ച് സാലറി കിട്ടിയില്ലെങ്കിൽ അത് അവർക്കും അവരുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ഇൻ എ സച്ച് എ വേ ദാറ്റ് ബോത്ത് ആർ കോമ്പൻസേറ്റഡ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ കോമ്പൻസേഷൻ എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ദ eighth point, that is compensation. The next one is dealing with the employees turnover. അതുപോലെ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് എംപ്ലോയീസ് റിട്ടൻഷൻ കുറവായിരിക്കും. വെച്ചാൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ അവർ മാറി പുതിയ ആൾക്കാർ വരിക, ഇങ്ങനൊരു കൾച്ചർ നമ്മൾ ഓർഗനൈസേഷൻസിലെല്ലാം കാണാറുണ്ട്. അതിനെയാണ് ഇവിടെ എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. ആൾക്കാർ പോയി തിരിച്ച് ദേ വിൽ ലീവ് ദ ജോബ് ആൻഡ് ജോയിൻ സംവെയർ എൽസ്. അങ്ങനെ വരുമ്പോൾ അത് ഡീൽ ചെയ്യേണ്ടത് ഒരു സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ഒരു HR മാനേജറിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷനാണ്. ബിക്കോസ് ഇഫ് വി ആർ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോ ആൾക്കാരിങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മൾ അവർക്ക് പുതിയ ആൾക്കാർക്ക് പിന്നെയും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ട്രെയിനിങ് നമ്മൾ പിന്നെയും കൊടുക്കുകയെന്ന് വെച്ചാൽ അത്രത്തോളം ലോസാണ് കമ്പനിക്ക് ഉണ്ടാകുന്നത്. അത്രയും എക്സ്പെൻസ് ഒരാളുടെ മേലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, അതെപ്പോഴും കമ്പനിക്ക് ലോസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് വി ഷുഡ് ഡീൽ വിത്ത് ദ എംപ്ലോയീസ്. നമ്മളെപ്പോഴും റിട്ടേൺ ചെയ്യാൻ നോക്കണം. എംപ്ലോയീസിനെ റിട്ടൻഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് വിത്ത് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ടേൺ ഓവർ. ദ എംപ്ലോയീസ് മേ ബി ലീവിങ് ദ ജോബ് ഡ്യൂ ടു വൺ ഓർ അതർ റീസൺ. ചിലപ്പം ടെർമിനേറ്റ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ റിസൈൻ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ വേറെ ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മരണമായിരിക്കാം, റിട്ടയർമെൻ്റ് ആയിരിക്കും. ഇത് പല കാരണങ്ങൾ കൊണ്ട് എംപ്ലോയീസ് നിർത്തിപ്പോവും. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യേണ്ടതും ഒരു സ്റ്റാഫിങ്ങിലെ മേജർ റോളാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. And though turnover may not be eliminated, but high turnover may be bad to the organization. നമുക്കിപ്പോൾ റിട്ടയർമെൻറ്റോ ഡെത്തോ ഒന്നും നമ്മളുടെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാൽ ഇത് വളരെയധികം കൂടുമ്പോൾ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും മോശമായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് സ്ഥിരം ഒരു മാസത്തേക്ക് 2 മാസത്തേക്ക് മാത്രമേ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനൊരു സിറ്റുവേഷൻ കണ്ട എന്താ അവിടെ ആ ഓർഗനൈസേഷൻ്റെ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ഭാവിയിൽ പ്രശ്നമുണ്ട്, അവർക്ക് സ്ഥിരമായിട്ടൊരു എംപ്ലോയി ഇല്ല, ഒരു എംപ്ലോയീസ് അവിടെ നിൽക്കുന്നില്ല എന്നൊരു ചീത്തപ്പേര് അവർക്ക് വരും. അപ്പോൾ ഓൾവേസ് വി ഷുഡ് deal with the employees turnover also. So the major process of staffing were discussed. The first one was determining the manpower requirement, second recruitment, third selection, fourth placement and orientation, and fifth the training and development, then the performance appraisal, promotion and career planning, compensation, dealing with employee turnover. So these are the process of staffing. Okay, സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെല്ലാമായിരുന്നു? ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സിംപ്ലി നമുക്ക് പറയാവുന്നതാണ് സ്റ്റാഫിങ്ങിനെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ, കോമ്പൻസേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇസ് ടോട്ടലി കോൾഡ് ആസ് സ്റ്റാഫിംഗ്. ദ ഡെഫിനിഷൻ വാസ് ഗിവൻ ബൈ ഫ്രഞ്ച് വെൻഡൽ. Then what were the characteristics? It is concerned with human resource. It is a continuous function because it doesn't end just with the recruitment or selection.
റിക്രൂട്ട്മെൻറ്റോ സെലക്ഷനോടെ നിൽക്കുന്ന ഒരു കാര്യമല്ല സ്റ്റാഫിങ്. നമ്മൾ പിന്നെയും അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ നിലനിർത്തണം. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദെൻ ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ മാനേജർ ലെവൽസ്. എല്ലാ മാനേജർ ലെവൽസും ചെയ്യുന്നുണ്ട്. ലോവർ ലെവൽസ് മീൻ ദ വർക്കർ ലെവൽ തൊട്ട് ഹയർ ലെവൽസ് വരെ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഇസ് കൺസേൺ വിത്ത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയ്മെൻറ്റും പല ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസിനും ആവശ്യമാകുന്നുണ്ട് ദിസ് സ്റ്റാഫിങ്. ദെൻ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ബൈ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അപ്പോയിൻറ്റിംഗ് ദ persons as per the needs, then right man for the right job, then key to other managerial functions, optimal utilization of manpower resource, then essential for the growth and survival of the business, that it improves the job satisfaction and it helps in competing. So these are the major importance of staffing. ദെൻ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന്. ഓഫീസ് ദ ഫസ്റ്റ് വൺ വാസ് ഡിറ്റർമിനിങ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, ദെൻ റിക്രൂട്ട്മെൻറ്റ്, then selection, placement and orientation, training and development, performance appraisal, promotion and career planning, and compensation, then dealing with employees turnover. So these are the major process of staffing. സ്റ്റാഫിങ്ങിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. സോ ഐ തിങ്ക് ദാറ്റ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ് വിത്ത് ദിസ് ലെക്ചർ. നമ്മൾ സ്റ്റാഫിങ്ങും അതിൻ്റെ ഫങ്ഷൻസും അതുപോലെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റാഫിങ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ഇഫ് യു ആർ ഓക്കെ വിത്ത് ദ നോട്ട്സ് യു ക്യാൻ റിപ്ലൈ. ഓക്കെ, so thank you. We can meet in the next class.